എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെന്റർ കൊയിലാണ്ടി, കോഴിക്കോട്. ഇന്ന് ഞാൻ ഈ വീഡിയോയിലേക്ക് വരുന്നത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ ചെറിയ ചെറിയ അറിവുകൾ, നമ്മുടെ ആരോഗ്യകാര്യത്തിലെ വളരെ സിമ്പിളായിട്ടുള്ള അറിവുകൾ, പലർക്കും അറിയുന്ന അറിവുകളാണ്. പക്ഷേ ജീവിതത്തിൽ പലരും അത് കൊണ്ട് നടക്കുന്നില്ല. ആ ഒരു അറിവ് കാര്യങ്ങൾ ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് ചെലവില്ല, ഒരുപാട് ആൾക്കാരുടെ സഹായം വേണ്ട, ഒരുപാട് ബുദ്ധിമുട്ടില്ല, ഒരുപാട് സമയം വേണ്ട. എന്നിരുന്നാൽ പോലും ഇത്തരം ചെറിയ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തില് ഒരു തുടർച്ചയായിട്ട് ചെയ്യാതെ പോയിട്ട് ഒരുപാട് രോഗദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നത്. അത്തരം ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പം ആദ്യമായിട്ട് പറയുന്ന കാര്യം ഞാൻ വെള്ളത്തെക്കുറിച്ചാണ്. ഇല്ലേ? നമ്മള് വെറും വയറ്റില്, കാലത്ത് വെറും വയറ്റില് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അല്ലേ? പക്ഷെ സ്ഥിരമായിട്ട് എത്ര പേര് 2 ഗ്ലാസ് വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നു? നമ്മള് അതിനുള്ള ശരിക്കും പറഞ്ഞാല് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ചെലവില്ല. പക്ഷെ ഇതിന്റെ ഗുണങ്ങളോ വളരെ വലുതാണ്. വെറും വയറ്റില്, കാലി വയറ്റില് ശുദ്ധമായിട്ട് 2 ഗ്ലാസ്, 1 2 ഗ്ലാസ് നമുക്ക് ഫീലിംഗ് പോലെ 1 ഗ്ലാസ് കുടിച്ചാൽ മതി എന്ന് തോന്നുന്നതിൽ മതി. ഫീലിങ്ങിനാ പോട്ടെ. ഈ 2 ഗ്ലാസ് കുടിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. ആവുമെങ്കിൽ മാത്രം ചെയ്യാം. 2 ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ എന്തൊക്കെ മാറ്റണ്ടാവും? വയറിന്റെ അസിഡിറ്റി കുറയും. ഓക്കെ. നമ്മളെ കുടലിന്റെ പെരിസ്റ്റാലിക് മൂവ്മെന്റ് കൂടും. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല്, അതുകൊണ്ട് തന്നെ കുടലിന്റെ പെരിസ്റ്റാലിക് മൂവ്മെന്റ് കൂടുന്നതിന് അതുകൊണ്ട് തുടർന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് നന്നായിട്ട് ആ ഭക്ഷണ ഘടകങ്ങള്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ആഗിരണം ചെയ്യാൻ സഹായിക്കും. ഓക്കെ. മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ നല്ലപോലെ എന്താ പറയാ, ഈ കോൺസ്റ്റിപ്പേഷൻ കുറയാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അത് പെട്ടെന്ന് നമ്മൾ ഓക്സിജൻ കണ്ടന്റ് കൂടുതൽ എത്തുന്ന വഴി ശരീരത്തിലുള്ള ക്ഷീണം കുറയുന്നുണ്ട്. തലച്ചോറിലേക്ക് രക്തസഞ്ചാരം കൂടുന്നുണ്ട്. അങ്ങനെ അങ്ങനെ എന്താ പറയാ, ഇതിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട്. വെറും വയറ്റില് 2 2 ഗ്ലാസോ ഒന്നോ രണ്ടോ ഗ്ലാസോ വെള്ളം കുടിച്ചാൽ. പക്ഷെ ഇത് പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല. അതുകൊണ്ട് എല്ലാവരും ഇന്ന് മുതൽ ഈ ഒരു ശീലം തുടരുക. ഓക്കെ. ആരും മറക്കരുത്. വെറും വയറ്റിൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മളത് മറന്നത്. രണ്ടാമത്, ഇനി നമ്മുടെ സൂര്യപ്രകാശം. ഇന്ന് സൂര്യപ്രകാശം കൊള്ളുന്നതിൽ എല്ലാവരും വളരെ പിന്നിലാണ്. അല്ലേ? നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കിയേ. ജോലി ചെയ്യുന്ന ഒരു ഓഫീസിലുള്ള ആൾക്കാരുടെ സ്ഥിതി എന്താണ്? വളരെ നേരത്തെ വീട്ടിന്ന് അവരിറങ്ങും. വീട്ടിന്ന് ഇറങ്ങി, അല്ലേ? അവര് ജോലി സ്ഥലത്തെത്തി 5 മണി വരെ ജോലിക്ക് ഇരുന്ന് വൈകുന്നേരം തിരിച്ചു വരുന്നു. ഒരു വെയിൽ തീരെ കൊള്ളുന്നില്ല. സൂര്യപ്രകാശം അവരുടെ ദേഹത്ത് പതിയുന്നു പോലുമില്ല. അപ്പൊ സൂര്യപ്രകാശം ദേഹത്ത് തട്ടിയിട്ടില്ലെങ്കില് എങ്ങനെ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും? ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്നത് വളരെ വിരളമാണ്. ആഹാരത്തിൽ ഇല്ല എന്ന് പറയില്ല. മഷ്റൂം, കുമിൾ, അതേപോലെ തന്നെ അവോക്കാഡ, ബട്ടർ ഫ്രൂട്ട്സ്, ഇതിലൊക്കെ അത്യാവശ്യമുണ്ട്. ആഹാരത്തിൽ വളരെ കുറവാണ്. പക്ഷെ വളരെ സുലഭമായിട്ട് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത് എവിടുന്നാണ്? സൂര്യപ്രകാശമാണ്. പക്ഷെ ആ സൂര്യപ്രകാശം കൊള്ളാത്തത് മൂലം ശരീരത്തിലുണ്ടാകുന്ന മറ്റു പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ മനസ്സിലാക്കണം. വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ആഗിരണം എല്ലാം കുറയുന്നുണ്ട്. തുടർന്ന് പലതരത്തിലുള്ള ന്യൂട്രീഷന്റെ അഭാവം ബോഡിയിൽ ഉണ്ടാവാൻ ഇത് കാരണമാവുന്നു. അതുകൊണ്ട് വൈറ്റമിൻ ഡി കുറഞ്ഞാലോ മുടി കൊഴിച്ചിൽ, ശരീരവേദന, ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും അധ്വാനിക്കുമ്പോഴേക്ക് അമിതമായിട്ടുള്ള വേദനകള്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും. കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് പല്ല് കുറയുക, പല്ലിന് കേട് വരിക, അതേപോലെ തന്നെ ഞരമ്പുകൾക്ക് വേദന വരിക, കാല് കടച്ചില് വരിക, അങ്ങനെ നിരവധി നിരവധി പ്രയാസങ്ങള് ഈ ഡി, കാൽസ്യം, മഗ്നീഷ്യം ഒക്കെ കുറയുന്നതുകൊണ്ട് ബോഡിയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ചെലവുണ്ടോ? സൂര്യപ്രകാശം കൊള്ളാൻ എന്തെങ്കിലും ചെലവുണ്ടോ? അതാണ്, നമുക്ക് ഒരു ചെലവും ഇല്ലാത്ത ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മള് മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ശീലമാക്കിയാൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. അതേപോലെ തന്നെ വൈറ്റമിൻ ഡി ശരീരത്തിൽ നല്ലപോലെ ഉണ്ടായാല് മഗ്നീഷ്യം, ഫോസ്ഫറസ് ആഹ് എന്നിവയുടെ ആഗിരണമൊക്കെ വളരെ നന്നായിട്ട് കൂടും.
കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് ഇവയുടെ ആഗിരണം വളരെ നന്നായിട്ട് കൂടുകയും ചെയ്യും. അതുകൊണ്ട് സ്ഥിരമായിട്ട് വെയിൽ കൊള്ളാൻ നമുക്ക് ചെലവില്ല, ഒരാളുടെ സഹായം വേണ്ട, വളരെ എളുപ്പമാണ്. പൂർണ്ണമായിട്ടും പ്രകൃതി സൗജന്യമായി തരുന്നതാണ്. അതുകൊണ്ട് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വെയിൽ കൊള്ളാൻ ശ്രമിക്കുക. ഓക്കെ. ഇനി അങ്ങനെ വെയിൽ കൊണ്ട് കിട്ടുന്ന വൈറ്റമിൻ ഡി ആണ് ശരിക്കും ബോഡിയിൽ പെർമനന്റ് ആയിട്ട് നിൽക്കുക. നിങ്ങൾ കഴിക്കുന്ന ആർട്ടിഫിഷ്യൽ വൈറ്റമിൻ ഡി ബോഡിയിൽ പെർമനന്റ് ആയിട്ട് കിട്ടില്ല. തൽക്കാലത്തെ സൊല്യൂഷൻ മാത്രമാണ് പെർമനന്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊടുക്കുന്ന ഒരു വൈറ്റമിനും മിനറൽസും ഒന്നും ബോഡിയിൽ നിൽക്കൂല എന്നുള്ളത് മനസ്സിലാക്കുക. ഒറിജിനലായിട്ട് പ്രകൃതിദത്തമായി കൊടുക്കുന്ന വൈറ്റമിനും മിനറൽസും ഒക്കെയാണ് ബോഡിയിൽ സ്ഥിരമായിട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെ എമർജൻസി ഘട്ടത്തിൽ കഴിച്ചാലും സ്ഥിരമായിട്ടുള്ള ഒരു ന്യൂട്രീഷൻ ലാക്ക് ഓഫ് ന്യൂട്രീഷൻ നമുക്ക് പരിഹരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സ്ഥിരമായിട്ട് വെയിൽ കൊള്ളാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ സ്ഥിരമായിട്ട് ഒരു അരമണിക്കൂർ സൂര്യപ്രകാശം കൊള്ളുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുക. ഓക്കെ. താങ്ക് യു. മറ്റൊരു കാര്യം, മൂന്നാമത്തെ ഒരു കാര്യം, ഇന്ന് വ്യായാമം വളരെ കുറവാണ് അല്ലേ? ആരും ഒരു ദിവസം ബോഡി ഇളകി ചൂടായാൽ മാത്രമാണ് ഒരുപാട് ഗുണങ്ങൾ. ആ ശരീരം ഒന്ന് ഇളകി ഒന്ന് ചൂടായാൽ ഡെയിലി ബോഡി ഇളകി ചൂടാവും. എത്ര പേരുടെ ശരീരം ദിവസവും ഇളകി ചൂടാവുന്നുണ്ട്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ? എത്ര പേരുണ്ട്? പല ആൾക്കാരും ഓഫീസിലേക്ക് പോകുന്ന വാഹനത്തിലാണ്, അതേപോലെ തന്നെ തിരിച്ചു വരുന്ന വാഹനത്തിലാണ്, വീട്ടിൽ വന്ന് അരയ്ക്കാൻ പെട്ടെന്ന്, അലക്കാൻ പെട്ടെന്ന്, വെള്ളം കോരാൻ പെട്ടെന്ന്, എല്ലാത്തിനും പെട്ടെന്നാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല? ശരീരം ഇളകുന്നില്ല, ഇളകി ചൂടാവുന്നില്ല. ദിവസവും ശരീരം ഇളകി ചൂടാകുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് കിതപ്പ് കൂടുന്നു, നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ കണ്ടന്റ് കൂടുന്നു, അമിതമായ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നു. രക്തചക്രമണം കൂടുന്നതിലൂടെ ശരീരത്തിൽ ടോക്സിൻ മാലിന്യങ്ങൾ കുറയാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ബ്രെയിൻ പ്രൊഡക്റ്റ് ചെയ്യുന്ന ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ പോലുള്ള ഹോർമോൺ, പോസിറ്റീവ് ഹോർമോൺ, ഹാപ്പി ഹോർമോൺ ഒക്കെ വളരെ ആക്റ്റീവ് ആവുന്നു. അപ്പൊ ശാരീരികമായും മാനസികമായിട്ടും ഒരുപാട് ഗുണം നൽകുന്നുണ്ട് വ്യായാമം. നമുക്ക് കുറച്ച് വ്യായാമം ചെയ്യാനുള്ള സഹായം വേണ്ട അല്ലേ? ഒരാളുടെ ഹെൽപ്പൊന്നും ആവശ്യമില്ല, ഒരുപാട് സമയം വേണ്ട, കുറച്ച് സമയം ഒരു ദിവസം അതിന് വേണ്ടി ചെലവഴിച്ചാൽ മതി. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് കൂടെ ചേർത്ത് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആഹാരം കഴിക്കുന്ന ആരോഗ്യത്തിന് വേണ്ടിയാണ് അല്ലേ? ആരോഗ്യത്തിന് വേണ്ടി ആഹാരം കഴിക്കുന്ന നമ്മൾ ശരിക്കും അത് പോഷക ഗുണമുള്ളതാണെന്നോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ മനുഷ്യനെ സംബന്ധിച്ചിട്ട് കഴിക്കുന്ന ആഹാരത്തിന് രുചി ഉണ്ടാവണം, അതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്ത ഇല്ലാതെ പോയിരിക്കുകയാണ്. അപ്പോൾ കഴിക്കുന്ന ആഹാരത്തിന് രുചി ഉണ്ടാണെന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ, കഴിക്കുന്ന ആഹാരം നമുക്ക് ഗുണം ചെയ്യുന്നതാണോ, പോഷണമുള്ളതാണോ എന്നാണ് ഗുണം ചിന്തിക്കുക. അതുകൊണ്ട് കൃത്രിമ ആഹാരങ്ങളും കൃത്രിമ പാനീയങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് പരമാവധി നമ്മൾ എന്ത് ചെയ്യുക? നാച്ചുറൽ ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അതേ നമുക്ക് നല്ല പോഷണം തരുന്നത്. മറ്റതൊക്കെ പോഷണം തരുന്നില്ല എന്ന് മാത്രമല്ല, അതിലേറെ നമുക്ക് പലതരത്തിലുള്ള രോഗകാരണമാവാൻ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ വെള്ളത്തിന്റെ കാര്യത്തിലും സൂര്യപ്രകാശത്തിന്റെ കാര്യത്തിലും വ്യായാമത്തിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ ആഹാരത്തിന്റെ കാര്യത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഒരുപാട് വലിയ മാറ്റങ്ങളല്ല, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്നത് വലിയ വലിയ മാറ്റങ്ങളാണ്, വലിയ വലിയ മാറ്റങ്ങളാണ് ശരീരത്തിലുണ്ടാവും. അതുകൊണ്ട് ചെറിയ ശീലങ്ങൾ നമ്മളുടെ ജീവിതത്തിലെന്നും പകർത്തി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.